നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ മദ്യം നിർത്തിയ ഒരു സിറ്റുവേഷനുണ്ട്. അതുപോലെ തന്നെ അത് കാരണം നമ്മുടെ സാമ്പത്തിക ശേഷിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രഷറിനെ പൂട്ടിപ്പോകുമെന്നുള്ള വിഷമം ചില ആളുകളെ ബാധിക്കുന്നുണ്ട്. അതേപോലെ ഈ രണ്ട് വിഷയം, അതായത് മദ്യം നിർത്തിയത് കൊണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളിവിടെ ചോദ്യം ഇതാണ്: മദ്യം മുഴുവനായി നിരോധിക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ല ഘട്ടം ഘട്ടമായിട്ടാണോ നിരോധിക്കേണ്ടത്? നിർത്തരുത്, ഘട്ടമായിട്ട് വേണ്ട, ഒന്നും വേണ്ട. മദ്യം വേണം, കേരളത്തില് മദ്യം വേണം. കാരണം നമ്മുടെ ഭൂമിയില് 2/3 വെള്ളമാണ്. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ കേരളത്തിലെ ബാറുകള് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ആളുകള് ബാറുകള് 3 സ്റ്റാർ ഹോട്ടല്, 5 സ്റ്റാർ ഹോട്ടലൊക്കെ വല്ല ബാറിന്റെ ആളുമാണ്. ഞാൻ ബാറിന്റെ ആളല്ല. അപ്പൊ അത് പേരെന്താണ്? എന്റെ ഒരു പോൾ റാഫേൽ. എന്താണ് ജോലി? എന്താ? ഞാൻ ഇന്റീരിയർ വർക്ക്. ആണോ? ഓക്കെ. ഞാൻ ഇത്തിരി കേട്ടോ. ഓക്കെ. അല്ല, എല്ലാവർക്കും അവരുടെ വശം പറയാനുണ്ടാവും. അപ്പൊ അത് നിർത്തി കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്നല്ലേ. അപ്പൊ അമ്മയുടെ അഭിപ്രായം എന്താണ്? കുറേശ്ശെ ഒരു. അപ്പൊ അമ്മയ്ക്ക് ഈ വ്യക്തിപരമായിട്ട് ഇതേപോലത്തെ വല്ല അനുഭവം ഉണ്ടോ? കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ആരോഗ്യം നശിക്കണം, കുടുംബം തകരണം. കഴിച്ചു വന്നാൽ പിന്നെ അവർക്ക് എന്താണ് പറയണെന്നുള്ളത് അറിഞ്ഞൂടല്ല. വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. അപ്പൊ അമ്മ സ്ഥാനത്തിൽ ചിന്തിക്കേണ്ടിരുന്നത് കംപ്ലീറ്റ് ആയി നിർത്തണം എന്നല്ലേ? നിർത്തണമെന്ന് ഞാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ഒറ്റടിക്ക് നിർത്താൻ പറ്റൂല. ഒറ്റടിക്ക് നിർത്തി കഴിഞ്ഞാൽ അതുമായിട്ട് കുറെ ജനങ്ങൾ ജീവിക്കണം, കുറെ ജനങ്ങൾ പൈസ ഉണ്ടാക്കണം. അങ്ങനെ സമൂഹത്തില് പല ആ ഒരു വിഷമം അവരെ കൂടെ നമ്മൾ നോക്കണം. ഈ ഒരു തൊഴിൽ സംബന്ധമായിട്ട് പല തെറ്റുകളുണ്ട്. എന്നാലും എത്രയും സ്പീഡില് കുറച്ച് നിർത്തണം എന്റെ അഭിപ്രായം. സ്കൂളിലെ ബോധവൽക്കരണം കൊണ്ട് മാത്രം പോരാ. പറയാനായിട്ട് അച്ഛൻ മദ്യപിക്കുന്ന അച്ഛൻ മകനെ പറഞ്ഞ് ഉപദേശിക്കുന്നു. മകൻ പറയൂലേ അച്ഛൻ ആദ്യം നിർത്ത്, എന്നിട്ട് എന്നെ ഉപദേശിക്കും. അച്ഛനിൽ നിന്ന് തുടങ്ങണം. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങള് സ്കൂളിൽ നിന്ന് ബോധവൽക്കരണം നല്ല, പക്ഷെ ഈ സ്കൂളിൽ ബോധവൽക്കരണം ഉണ്ടെങ്കിലും വീട്ടിൽ ഇതൊക്കെയാണ് കണ്ടുപഠിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ബോധവൽക്കരണം കിട്ടില്ല. എന്ത് ബോധവൽക്കരണം നേരിട്ടുണ്ട് ഒരു കാര്യമില്ല ഇവിടെ. അത് അങ്ങനെ ഒരു ബോധവൽക്കരണം കൊണ്ടൊന്നും കാര്യമില്ല. ഒത്തിരി നേരം ഇവിടെ ആളുകൾ എന്തെല്ലാം സജഷൻസ് പറഞ്ഞു, എന്തെല്ലാം ഒരു കാര്യമില്ല. മദ്യം വേണം. നമ്മുടെ ബോധവൽക്കരണം ഉണ്ടായതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഒന്നും സംഭവിക്കാൻ പോകില്ല. അതുകൊണ്ട് തന്നെ ഗോതിരത്തിന്റെ പശ്ചാത്തലം നമ്മൾ മുന്നുള്ള പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടില് ചാരായം ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു സർക്കാരിൽ നിന്ന്. അത് ഒരു സുപ്രഭാതത്തിൽ നമ്മളിവിടെ ജനങ്ങളെല്ലാം അതിന് ഉൾക്കൊണ്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നു, പൂർണ്ണമായും അത് നിന്നു. എന്തുകൊണ്ടാണ് ഈ ബോധവൽക്കരണം കഥയില്ല എന്ന് പറയുന്നത്? കഥയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബോധവൽക്കിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് പറയാനായിട്ട് ഇവിടെ മദ്യം വേണം. ഇവിടെ മദ്യം വേണം. പിന്നെ മദ്യം ഉണ്ടെങ്കിൽ മദ്യം വിറ്റ് കാശുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ കാശുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഇവര് എന്ത് ബോധവൽക്കരിച്ചിട്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു, നമ്മളിപ്പോ ഈ ചർച്ചയിൽ കഷ്ടപ്പെട്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ചെലവ് കുറച്ചുകൂടെ, ചെക്ക് പോസ്റ്റിൽ പോയാൽ കുറച്ച് പൈസ കിട്ടാനുള്ള പൈസ പിരിച്ചുകൂടെ? ഇതൊന്നും നടക്കൂല എന്നാണ്. നടക്കൂല, അതൊന്നും നടന്നിട്ട് ഒരു കാര്യം നടക്കുന്നുമില്ല ഇവിടെ. ഇപ്പൊ ചെക്ക് പോസ്റ്റ് നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ചെക്ക് പോസ്റ്റിൽ ശരിക്കുള്ള കറക്റ്റായിട്ടുള്ള കമ്പ്യൂട്ടർവൽക്കരണവും നവീനവൽക്കരണവും നടത്തുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു 2900 കോടി രൂപയോളം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10% കോഴികളെ ഊടുവഴിയിലൂടെയാണ് കടത്തുന്നത്. അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. ഇങ്ങനെയാണെങ്കിൽ അത് ഭാവിയിൽ ശരിയാവൂലേ? ശരിയാകത്തില്ല. ഇവിടെ ശരിയാകാനേ പോകുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ പോകും. അല്ല, ഇങ്ങനെ ചർച്ചകൾ കുറയുമല്ല സാർ. അല്ല നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മദ്യപരം വേണ്ടെന്ന് പറയാൻ കാരണം ഞാൻ പറയും, ഇപ്പൊ ഗുജറാത്തിൽ തന്നെ ഈ സംഭവം നിരോധിച്ച് എന്നിട്ടും മദ്യസുലഭ എന്തായാലും അത്യാവശ്യക്കാരൻ കിട്ടുന്നുണ്ട്. അപ്പൊ മദ്യപിക്കുന്ന ആളുകൾ എന്തായാലും മദ്യപിക്കുന്നുള്ളത് ഷുവറാണ്. അതിപ്പോ നിരോധിച്ചാലില്ലെങ്കിലും എന്താണ് സാർ പറയുന്നത്? നിർത്തണം. കംപ്ലീറ്റ് ആയി നിർത്തണ്ട. കാരണം അമിതമായിട്ട് മദ്യപിക്കുന്നവര് റോഹൻ അമിതമായിട്ട് മദ്യപിക്കുന്നവര് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് മെന്റലികൾ. അല്ല സാർ, അല്ല അതിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഘട്ടം ഘട്ടമായി നിർത്തിക്കാം. ഘട്ടം ഘട്ടമായിട്ടാണ് കുഴപ്പമില്ല.
സാർ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? അത്യാവശ്യമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാം. പറയൂ സാർ, എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം സാർ? അത് ഒരു ഇലക്ഷൻ വരുമ്പോൾ പ്രകടന പത്രികയിൽ ഞങ്ങൾ എങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ മദ്യം നിരോധിക്കും, എന്നിട്ട് ഇതിനെ നേരിട്ട് കഴിഞ്ഞിട്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നടപ്പായിക്കോട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. അതെ സാർ, ഗവൺമെന്റ് അത് നമ്മളത് പറയുമ്പോൾ നമ്മൾ തിരിച്ചു വരണം. നമ്മള് ആളുകൾ തന്നെയാണ്, ഒരു ഗവൺമെന്റ് വരുന്നുവെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് വോട്ട് കുത്തിയിട്ട് അവരെ ജയിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യവും ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഒരാളോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ല, പ്രകടന പത്രികയിൽ അത് പറയണം, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അത് മദ്യം നടപ്പാക്കണം, ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നടപ്പായിക്കോട്ടെ. അതാണ് അഭിപ്രായം. അതെ, ഇത്തിരി സീരിയസ് ആയ ഒരു വിഷയം ചെയ്തു. അപ്പൊ അതിനാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഗവൺമെന്റ് ഒരു ഇന്റർനെറ്റ് പോളിംഗ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണോ? വേണം. ഗവൺമെന്റ് ജനങ്ങളെ തെരഞ്ഞെടുത്ത് ജനങ്ങൾ ഗവൺമെന്റ് തെരഞ്ഞെടുത്തതിന് ശേഷം ഈ ഗവൺമെന്റിന് ഇഷ്ടമുള്ള തീരുമാനം നടപ്പാക്കാൻ പറ്റൂല. പ്രകടന പത്രികയിൽ സംഭവം പറയാം, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രകടന പത്രിക പറയാത്തത് കൊണ്ട് അപ്പൊ ഞങ്ങൾ കൂടുതൽ അഭിപ്രായം കാണില്ല. എന്താണ് നിങ്ങളെ അഭിപ്രായം? എന്താ പേരെന്താ? മദ്യം നിർത്തല്ല. നല്ല അത്യാവശ്യം കഴിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ സാർ, ഇനിയും തുടങ്ങാലോ. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതല്ല വൈനും ബീറും പാർലറും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യില്ല, വിദേശത്തിൽ തന്നെ വേണം, അങ്ങനെയാണോ? അതല്ല, എല്ലാം വേണം. അതാണ് എല്ലാവരും കണ്ടുപിടിക്കാം. നമ്മൾ ഇത്രയും നേരം വിദേശമദ്യമൊക്കെ ഒഴിവാക്കി ബീരും വയറൊക്കെ മതിയോന്ന്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഏതായാലും ബൈ ചാൻസ് ആ ഒരു പാർലർ കൂടെ കിട്ടി, എന്നാ പിന്നെ എല്ലാ പെട്ടിപ്പീടിയക്കാർക്കും വരെ ലൈസൻസ് കൊടുക്കുകയും ഒരു നിശ്ചിത പൈസ അടച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ലൈസൻസ്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല മദ്യമാക്കാന്നാണ് ഈ മാത്രം ഇത് കൊടുത്തിട്ട്, അതായത് കൂടുതൽ ആളുകൾക്ക് ലൈസൻസ് കൊടുക്കണം. അതുകൊണ്ട് അല്ല, പക്ഷെ ഇദ്ദേഹം പറഞ്ഞതിലെ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യാം. കൂടുതൽ, അതായത് മദ്യം കുറച്ചും കൂടി ഒന്ന് ഇപ്പൊ കഴിക്കുന്നവർ ഡബിളായിട്ട് കഴിച്ചു കഴിഞ്ഞുള്ള ഗുണവശം, ഇപ്പോ നമ്മളെ 10 സ്വപ്നവാദികൾ തലയുമല്ലാതെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, എറണാകുളത്തെ മെട്രോ 1026 കോടി കൂടി ഉണ്ടെങ്കിലേ അതിന്റെ കാര്യത്തിൽ തീരുമാനമുള്ളൂ. അപ്പൊ നിലവിലുള്ള മദ്യപാന്മാർ ഒന്നും കൂടെ സഹകരിച്ചാൽ പെട്ടെന്ന് തന്നെ കൂടുതലായി 8 മെഡിക്കൽ കോളേജ് തലയുമല്ലാതെ കിടക്കുന്നു. അതേപോലെ കുറെ താലൂക്ക് തുറക്കാൻ സർക്കാരിന് പരിധിയുണ്ട്, കയ്യിൽ പൈസ ഇല്ല. കുടിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുമോ? മദ്യം കണ്ടുകൊണ്ടാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്. കുടിക്കുന്ന ആൾക്കാർക്ക് മദ്യം കണ്ടുകൊണ്ടാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്. ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കുടിശ്ശികയായി കിടക്കുന്ന കോടാനുകോടി രൂപ പിരിച്ചെടുത്താൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം സർക്കാർ അത് നിർബന്ധമായി പിടിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഇതുപോലെ സ്വപ്ന പദ്ധതികളെല്ലാം നിസ്സാരമായിട്ട് നമുക്കത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ റവന്യൂ എക്സ്പെൻസസ് അതായത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പം മൊത്തമുള്ള നമ്മളുടെ ചെലവിൻ്റെ 49.24% നമ്മൾ ചെലവഴിക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പറയൂ സാർ, കേരളത്തിൽ മദ്യം കംപ്ലീറ്റ് ആയി നിർത്തണം, വേണ്ട, എന്താണ്? നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒറ്റയടിക്കാൻ നിർത്തണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഘട്ടം ഘട്ടമായിട്ട് നിർത്തണം. ഘട്ടം ഘട്ടമായിട്ട് നിർത്തില്ല എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടാണത്. ഘട്ടം ഘട്ടമായിട്ട് നിർത്തുക എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെ, എന്താണ് ഈ ബുദ്ധിമുട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒറ്റയടിക്ക് നിർത്തിയാൽ എന്താ പ്രശ്നം? എന്താ ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം. ഘട്ടം ഘട്ടമായി നിർത്തുമ്പോൾ നമ്മുടെ ബജറ്റിനെ ബാധിക്കില്ലേ നമ്മുടെ കേരളത്തിലെ സംസ്ഥാനം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു സൈഡിൽ മദ്യം നിർത്തണമെന്നും അല്ലെങ്കിൽ കേരളത്തിലെ ട്രഷറി പൂട്ടെന്നും പറഞ്ഞു, ഇതിൽ ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ? മദ്യം ഘട്ടഘട്ടമായിട്ട് നിർത്തണമെന്നല്ല, ബോധവൽക്കരണത്തിലൂടെ എങ്ങനെയാണ് ബോധവൽക്കരണം? നമുക്ക് സ്കൂളുകളിൽ തന്നെ തുടങ്ങാമല്ലോ. സ്റ്റാർട്ടിങ് തന്നെ ഒരു ബേസ് ഇട്ട് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള കാര്യങ്ങൾ ഇവിടെ കുട്ടികൾ മദ്യം കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായും അതല്ല ഉദ്ദേശിച്ചത്. നമുക്കൊരു നടക്കുന്നത് ഇപ്പൊ അതാണ്. അങ്ങനെയാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിലുള്ളവൻ വരെ ഇപ്പൊ കുടിച്ചിലൊക്കെ ഇട്ട് കാണുന്ന സാർ, അതിന്റെ ഒരു കാരണം ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലെ അച്ഛനൊക്കെ തന്നെ മദ്യം കഴിക്കുന്നു, അതും ഒരു കാരണമല്ലേ? അല്ല, അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം പോയിട്ട് പലരും കുടി നിർത്തുന്നുണ്ട് അല്ലേ സാർ? എന്ത് പറയുന്നു? അങ്ങനെ ആരും നിർത്തണില്ല. കുടിക്കണ്ടവൻ കുടിക്കും, കുടിക്കണ്ടെന്ന് വെക്കണവൻ കുടിക്കൂല. പിന്നെ മനസ്സിലായില്ല. ഇപ്പൊ എനിക്ക് കുടിക്കണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ചിലപ്പോ ഒരു നോയമ്പ് കാലഘട്ടത്തിലൊക്കെ ഞാൻ കുറെ ദിവസം കുടിക്കാണ്ടിരിക്കും. ഞാനിപ്പോ കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. കുടിക്കണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു ബേസിക്കാണത്. നിരോധനം കൊണ്ട് കാര്യമില്ല. കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോകുലത്തിൽ ഏറ്റവും കൂടുതൽ വ്യാജ
വാറ്റുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ വാഴച്ചാരായി നിന്നതുകൊണ്ട് വാറ്റിയാരായി നിന്നുകൊണ്ട് ഇവിടെ ആരും എല്ലാരും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ല അതെ അല്ല അങ്ങനെ നിങ്ങളുടെ ഈ ഗ്രാമത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അതേപോലെ കേരള സംസ്ഥാനം രക്ഷപ്പെടുന്നു പറഞ്ഞൂടെ? പക്ഷെ അതില് വേറെ രസമുണ്ട്. അന്ന് ഇപ്പൊ പുള്ളി പറഞ്ഞതുവരെ മറ്റു മദ്യം ഉണ്ടായിരുന്നു, ബ്രാൻഡി ഉണ്ട്. ചാരായ നിർത്തലായി കഴിഞ്ഞപ്പോ മദ്യം ഉണ്ടായിരുന്നു. ഈ കള്ളവാറ്റ് ഒഴിവായെന്നുള്ളു. അപ്പോഴും ഈ കുടിക്കേണ്ട ആൾക്കാർ കുടിക്കുന്നുണ്ട്. അപ്പൊ അതിലും എന്തിട്ടൊന്നുമില്ല. അല്ല അപ്പൊ ഈ ബോധവൽക്കരണം എങ്ങനെ നടക്കും? സാറ് പറയുന്നു ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ പോലും നമുക്ക് വിചാരിച്ച പോലെ ബോധവൽക്കരണം കിട്ടില്ല. ഇപ്പൊ കുടിയന്മാരെ കൂടെ ആൾക്കാർ കൊണ്ടുപോയി ധ്യാനകേന്ദ്രത്തിലൊക്കെ ആക്കുന്നുണ്ട്. സ്പോൺസർ ചെയ്തിട്ട് ഓരോരുത്തർ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അവര് അതിലെ കൂടുതൽ വലിയ കുടിയന്മാരായിട്ടാണ് ഇവിടെ വരുന്നത്. അത് അന്നറിയാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇനി ബോധവൽക്കരിച്ചു ഓക്കെ ഘട്ടം പറഞ്ഞാലും അല്ല ഞാൻ ചോദിക്കട്ടെ 10% വെച്ച് കുറയ്ക്കുന്നു അടയ്ക്കുന്നു എങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ അവിടെ 0 ആയില്ലേ? അപ്പോഴും നമ്മൾ പറഞ്ഞത് പോയിന്റ് ബ്ലാങ്കിൽ തന്നെയാണ് കഥ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം 10 കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ ഘട്ടമായി ഗവൺമെന്റ് നിർത്തി കംപ്ലീറ്റ് ഒഴിവായതെന്ന് വിചാരിച്ചോ? വീറും എല്ലാം ഒഴിവായി. അപ്പോഴും ബോധവൽക്കരണം ഇല്ലാതെ ഇത് കള്ളുടിയന്മാരൊക്കെ ഒറ്റയടിക്കാൻ നിർത്തുമോ? ഒറ്റയടിക്കാൻ നിർത്തിയപ്പോൾ പലതരത്തിലുള്ള ടാക്സ് നമ്മൾ അല്ലേ വെള്ളത്തിൻ്റെ കാര്യം കൂട്ടി, കറണ്ടിൻ്റെ ചാർജ് കൂട്ടി, ഇതൊക്കെ ഉണ്ടായി. അതിനിപ്പോൾ വീണ്ടും മദ്യം വന്നാലും കൂട്ടിയതൊക്കെ കുറയ്ക്കുക എന്നുള്ളത് നമുക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. അതേസമയം തന്നെ നമ്മളെ ട്രഷറിയിലെ സ്ഥിതി വളരെ പരിതാപകരമാണെന്നും ഇങ്ങനത്തെ ഒരു അഭിപ്രായം. ദാറ്റ് ഈസ് കുറച്ച് മദ്യപാന്മാരുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ലോകത്തെ ഏക സംസ്ഥാനമായിരിക്കാം നമ്മുടെ കേരള സംസ്ഥാനം തോന്നുന്നു. പറയൂ സാർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യം ഒറ്റയടിക്ക് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. നയം സർക്കാരിൻ്റെ നയം നല്ല നയം തന്നെയാണ്. കാരണം സമൂഹത്തിൽ മറ്റു കുടുംബങ്ങൾ നശിക്കുന്ന അവസ്ഥ ഈ മദ്യപാനത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ഗോതിർത്ത് പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇത് എറണാകുളം ജില്ലയുടെ ഒരു ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഗോതിർത്ത് എന്ന് പറയുന്നത്. ഈ ഗോതിരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 35 വർഷത്തിന് മേൽ ഉള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദ്യപാനം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് ഘട്ടം ഘട്ടമായി ചെയ്യണ്ട എന്നുള്ളത്. എന്താണ് അഭിപ്രായം? എന്താണ് പേര്? നിർത്തരുത്. മദ്യം ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളിക്കാണല്ലോ നമുക്ക്. ഈ ആൽക്കഹോളിക്ക് നമ്മുടെ ഹോമി മരുന്നില്ലേ? അപ്പൊ ഹോമി മരുന്ന് കൂടുതൽ കഴിച്ചാൽ അമിതമായിട്ട് കഴിച്ചാൽ അത് മദ്യമല്ലേ? അതുകൊണ്ട് മദ്യം മദ്യം പൂർണ്ണമായിട്ട് നിർത്താൻ പാടില്ലെന്നാണ്. കാരണം ഈ സമൂഹത്തില് അതിപ്രസരം ഉണ്ടെങ്കിൽ മദ്യത്തിന്റെ അതിപ്രസരം ഉണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ട് കഴിക്കുന്നവരെ ബോധവൽക്കരിക്കുക, അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ബോധവൽക്കരിച്ച് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തുക, പരമാവധി അവരെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴും ലൈസൻസ് വെച്ചിട്ടാണ് ബാറുകളെല്ലാം നടത്തി പോരുന്നത്. ലൈസൻസ് ജനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന കുടിക്കുന്ന ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുക. അതിന്റെ അല്ല ഈ എല്ലാവരും അപേക്ഷിക്കുന്നു. യൂറോപ്യൻ അല്ല സാർ, അല്ല എല്ലാവരും അതിലൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല. കുടിക്കുന്നവർക്ക് ഒരു ലൈസൻസ് എന്നുള്ള ഒരു സ്ട്രേഞ്ച് ആയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചമ്മൽ കൊണ്ട് ആളുകൾ ലൈസൻസിന് അപേക്ഷിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ തെറ്റാണ്. ഈ വിദേശ മദ്യ ഷോപ്പിന്റെ മുന്നിൽ യാതൊരു ഉടുപ്പുമില്ലാതെ മണിക്കൂറോളം നിന്ന് മദ്യം വായിച്ചു പോകുന്നത് അവർക്ക് തോന്നാത്ത അത്രയൊന്നും ഒരു ലൈസൻസ് വളരെ ഏതെങ്കിലും അക്ഷയ പോയിട്ട് ലൈസൻസിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഇപ്പോ മദ്യത്തിന്റെ ഡിഗ്രി, അതിന്റെ ഡിഗ്രിയുടെ 65, 45 ഒക്കെ ആയിട്ടുള്ള ഡിഗ്രിയാണെന്നാണ് കേൾക്കണത്. പക്ഷെ അത് വളരെ അങ്ങോട്ട് കുറക്കുക, ഒരു 25, 30 അതിനപ്പുറം പോകാതിരിക്കുക. അപ്പൊ എന്താണ് ഈ മദ്യവൽക്കുന്ന ഓവറാകും. ഗവൺമെന്റിന് കാശ് പിന്നെയും കൂടും. നമുക്ക് ജനങ്ങൾക്ക് പൈസ കൂടുതൽ അല്ല ഇവിടെ സാറ് പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഗവൺമെന്റ് ബസ് ചെയ്യുന്നത്. സാറ് പറഞ്ഞത് എന്താ അറിയോ? അത് വേറെ രൂപത്തിൽ വിദേശ മദ്യം ഒഴിവാക്കിയിട്ട് കുറെ വൈനും ബീറും ഒക്കെ ആക്കി 200 രൂപയ്ക്ക് കിക്കാവേണ്ടവൻ ഇനി 1000 രൂപയ്ക്ക് കിക്കാവും. കിക്കായ പറ്റുന്നുള്ളവരെ കുറക്കണം. കുടുംബം ഇവിടെ നടക്കുക. അതാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. സാറേ ഇത് നിർത്താനൊന്നും പോണില്ല.
ഇത് വെറും വാക്കാണ്. എന്താ പേരെന്താണ്? ഒരു സജ്ജൻ നിർത്താൻ എന്ന് പറയുന്നത് വെറും വാക്ക് ഉപയോഗിച്ചാണ്. ആ വെറും വാക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ വെറുതെ ആ ജനങ്ങളെ പിന്നെ പറ്റിക്കണമെങ്കിൽ നിർത്താൻ പോകുന്നു പറഞ്ഞു. കുറച്ച് പിന്നെ ബിയർ വന്നു, വൈൻ വന്നു. ഇത് പക്ഷെ അതിന് കോടതി ഇടപെട്ടു എന്ന് പറയുന്നു. രക്ഷയില്ല. ഇത് തുടർന്നു. ഇത് വെറുതെ ജനങ്ങളെ അവനവന് വേണ്ടെന്ന് വെച്ചാൽ നിർത്തുക, അത്രേ ഉള്ളു. അല്ലാണ്ട് കുറെ പേര് നിർത്താൻ പറയണം, കുറെ വേണം. പക്ഷെ അതല്ല, പക്ഷെ ഇത് നിർത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറെ ടാക്സ് എല്ലാം കൂട്ടിയിരുന്നു. ഒരു കാര്യമില്ല, ടാക്സ് കൂടി വെള്ളത്തിന്റെ കാര്യവും പറ്റിക്കണത് ഓരോരുത്തർക്ക് വേണ്ടെന്ന് വെച്ചാൽ അത്രേ ഉള്ളു. അല്ലാണ്ട് ഒരാൾ പറയണത് ഇത് നിർത്തണം നല്ലതാണ്, ഇത് നിർത്തണ്ടെന്ന് പറയണത് വെറുതെ ഓരോരുത്തർക്ക് നിർത്തുക, അത്രേ ഉള്ളു. പക്ഷെ അത് നമ്മളതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവരുടെ ഈ ഒരു മദ്യപാനം കാരണം യഥാർത്ഥത്തിൽ മറ്റുള്ളവരും കുറേ സഫർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ കോഴിക്കോട് നിന്ന് 20 കിലോമീറ്റർ ദൂരെയാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ചാൽ പറഞ്ഞത് 20 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട്. രാത്രി 10 മണിക്ക് ആയി കഴിഞ്ഞാൽ ഈ ബസ്സിൽ ഈ അത്യാവശ്യം വെള്ളമടിക്കുന്നതും കയറി. അപ്പോൾ കണ്ടക്ടർ ലേശം ഒന്ന് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ കയറില്ല, ഇവിടെ തന്നെ നിൽക്കുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കും. കാണുന്നവരൊക്കെ തെറി പിടിക്കുകയൊക്കെ ചെയ്യും. അയാൾ മദ്യം കഴിക്കുന്ന, അയാളെ പഴിക്കുന്ന നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. പക്ഷെ ബാക്കിയുള്ളവരെന്തിനാ ബുദ്ധിമുട്ടണം? ആ 1 മണിക്കൂർ യാത്ര മുഴുവൻ ഞാൻ അടക്കമുള്ള ആളുകൾ, ഈ ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിലുണ്ടാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നില്ല. അത് എന്ത് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞു ഇത് ഓരോരുത്തരെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, വെള്ളം അടിക്കുന്നത് അടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടെ നോക്കണം. അപ്പം വെള്ളം അടിച്ചോട്ടെ. കുടിയന്മാർക്കൊക്കെ പോകാനായിട്ടൊരു ബസ് അതൊന്നും ഇപ്പൊ പ്രായോഗികമല്ലാന്ന് പറയുന്ന സാറിന് നമുക്ക് അറിയാൻ. അതേപോലെ മദ്യം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഭാര്യയ്ക്കും മക്കൾക്കും നല്ല എടുക്കുന്ന കേസ്. അപ്പൊ അവൻ മദ്യം കഴിച്ചു, അവൻ നശിക്കുക, അതൊക്കെ ഓക്കെ. അവന് ഭാര്യയും മക്കളും എന്തിനു സഹിക്കണം? സമൂഹത്തിലെ മറ്റേ ഈ പീഡനങ്ങളെക്കാൾ അതുകൊണ്ടാണ് അത് നിർത്തണം എന്ന് പറയുമ്പോ ഒരു സൈഡിൽ കൈയടി കിട്ടുന്നത്. നിങ്ങൾ പറഞ്ഞതിൽ ഈ നിർത്തണം എന്ന് പറയുന്നത് കൂടുതൽ കൈയടി ഇട്ടോളൂ, പക്ഷെ നിർത്താൻ പറ്റണില്ല. പറയൂ, എന്താണ് എന്താ പേരെന്താ? അജിത്ത്, എന്താണ് ഇവിടെ ചിലർക്ക് നിർത്തണം, ചിലർക്ക് നിർത്തണ്ട, ചിലർക്ക് എങ്ങനെ നിർത്തും? അപ്പൊ എന്താണ് അജിത്തിന് തോന്നുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഇത് ഘട്ടം ഘട്ടമായിട്ട് നിർത്തണമെന്ന് അഭിപ്രായം. ഘട്ടം ഘട്ടമായിട്ട് നിർത്തണം. ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നയം ബിയറും വൈൻ പാർലറും ഒരു നല്ല രീതി അനുകൂലിക്കണം. അതിന് നല്ല രീതി ഞാനനുകൂലിക്കൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മറവിലാണ് ഇപ്പോ ഈ ഇത് വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. പറയൂ. അപ്പൊ എല്ലാം കൂടെ നമ്മൾ എത്തി നിൽക്കുന്നത് മദ്യം വേണമെങ്കിൽ നിരോധിച്ചോ, ബീറും ഫൈനൊക്കെ വേണം, അത് നിരോധിക്കില്ല. അപ്പൊ ഇപ്പൊ തമ്മിൽ എന്താണ് സാർ വ്യത്യാസം? അല്ല, അത് രണ്ടും ലഹരി ഉള്ള സാധനങ്ങൾ തന്നെയാണ് രണ്ടും. അപ്പൊ ഈ ലഹരി സാധനങ്ങൾ നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ. അതായത് അത് മനുഷ്യന്റെ ശരീരത്തെയും അതുപോലെ തന്നെ സമൂഹത്തിനും ഒരുപാട് ദ്രോഹം ഉണ്ടാവുന്നു എന്നുള്ള അവസ്ഥ കണ്ടിട്ടാണ് അതിന്റെ ആ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു. അല്ല, പക്ഷേ ഈ ബിയർ പാർലറും ഇതാക്കിയാൽ എല്ലാ പ്രശ്നവും തീരുമോ? അല്ല, അത് പൂർണ്ണമായും തീരുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അത് ഗുണമാണോ ദോഷമാണോ? അത് ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു രീതി മതി, എല്ലാ രീതിയും. അതായത് വിദേശ മദ്യം ഒഴിവാക്കുകയും അതിന് പകരം കുറെ ബീർ പാർലറും ഇതും അനുബന്ധിച്ചാൽ ഇവിടത്തെ പ്രശ്നം തീരില്ല. എന്തോ മദ്യനിരോധനം വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സന്തോഷ് സാറിന് നേരത്തെ പറഞ്ഞു, ഇപ്പൊ മദ്യനിരോധനം നടന്ന് എനിക്ക് തോന്നുന്നു ഗുജറാത്താണെന്ന് തോന്നുന്നു നിരോധിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നിരോധിച്ചിട്ടും ഇത് സുലഭമായിട്ട് കിട്ടണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ലീഗൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഈ സംഭവം. അല്ല സാർ, അത് പറയുമ്പോൾ അത് നോട്ട് ചെയ്യൂ. അവിടെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഭർത്താവ് മദ്യം കഴിച്ചു എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലീസിൽ കേസ് കൊടുക്കാൻ നിങ്ങൾ ഡീപ്പായി ചിന്തിക്കും. അപ്പൊ എനിക്കും മദ്യം കഴിച്ചു, എനിക്ക് അന്ന് ബോധം ഉണ്ടായില്ല സാറേ, ഭാര്യയായിട്ട് തോന്നി 2 പൊട്ടിച്ചു എന്നാണ് ഇവിടെ ഉള്ളവർ. അവിടെ അങ്ങനത്തെ ഒരു ഇത് വന്നാൽ, കേസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ചോദ്യം, നിനക്ക് ആരാണ് മദ്യം? ആ തന്നവനെ കയ്യാലേക്ക് പിടിക്കുകയാണ്. വെരി സ്ട്രോങ്. ഈ വിഷയത്തിൽ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പോയിന്റ്, ഇവൻ മദ്യം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. ഇവൻ വളരെ രഹസ്യമായിട്ടേ മദ്യം കഴിക്കാൻ പറ്റൂ. അതല്ലാതെ മദ്യം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പാടിക്കഴിഞ്ഞാൽ വിവരം. അതൊക്കെ അതെല്ലാം സംഭവം ശരി. അപ്പൊ ഞാൻ പറഞ്ഞ മദ്യനിരോധനം അല്ല, അതിന്റെ 2 വശം. ഗവൺമെന്റിന്റെ നികുതി പോയി, നടക്കേണ്ടത് നടക്കുന്നു, ഗവൺമെന്റ് നീതി കിട്ടുന്നില്ല, ഇതൊരു വശം. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ബുദ്ധിമുട്ടാതെ നോക്കുന്നു. എക്സ്പെൻസസ് അതായത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പം മൊത്തമുള്ള നമ്മളുടെ ചെലവിൻ്റെ 49.24% നമ്മൾ ചെലവഴിക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പൊ ബാറും വൈനും ഒക്കെ ലൈസൻസ് ആവുന്ന അനുവദിച്ചതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതിപ്പോ അതിനോട് ഇപ്പൊ ഘട്ടം ഘട്ടമായി നിർത്തുമ്പോൾ അതും ഇല്ലാതാക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഗവൺമെന്റിനെ അതിപ്പോ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ പേരിൽ നികുതികളൊക്കെ ഒരുപാട് കൂട്ടി. വൈൻ ബാറിൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ സമയത്ത് ഈ ഒരു ബാറിന് മുന്നിലേക്കുമ്പോൾ വൈൻ കുടിച്ചിട്ട് അല്ലെങ്കിൽ വീർ കുടിച്ചിട്ട് വരുന്ന ഒരാൾ, അതായത് അടിച്ച് നല്ല കിണ്ടായിട്ട് പാമ്പ് മാലയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീർ കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അയാൾ അത് അവരാകാൻ പോകുന്നില്ല. അതിൻ്റെ എൻ്റെ ഫലമായ സംശയം അതിനകത്ത് ലിക്കർ ഉണ്ടാവും. ലിക്കർ അവിടെ സെയിലുണ്ട്. അങ്ങനെ സംഭവിക്കാം. ലിക്കർ അതെ ഞാൻ പറഞ്ഞത് വൈനും ബിയറും മാത്രമല്ല കൊടുക്കേണ്ടത്, അവിടെ മദ്യം കൊടുക്കാം. അതെങ്ങനെ വളരെ കുറച്ച് നോർമലായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ലഹരി കുറച്ച് ഈ സ്കെയിലിൽ ആരാണ് സാർ നിർണ്ണയിക്കുന്നത്? അത് അങ്ങനെ നിർണ്ണയിച്ച് തന്നെ കൊടുക്കണം, സപ്ലൈ ചെയ്യണം. അങ്ങനെ നിർണ്ണയിക്കാൻ പറ്റുമോ? ലഹരി കുറച്ച് നാളിപ്പോ ബിയറും വൈനും പിന്നെ നമുക്ക് അൾട്ടിമേറ്റ് കുടിക്കേണ്ടവനെ കിക്കാവുന്നവരവൻ കുടിക്കും. പിന്നെ നമ്മളെ കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ടൂറിസം മേഖലയിൽ നിന്നാണ്. ഇപ്പൊ നമുക്കറിയാം അതൊരു പുതിയ പോയിന്റാണ്, നമ്മൾ അവിടെ ആരും പറയാത്തൊരു കാര്യമാണ്. ഓക്കെ നമ്മൾ ഈ മദ്യം കംപ്ലീറ്റ് ആയി നിരോധിക്കുമ്പോൾ നമ്മളെ ടൂറിസത്തെ ബാധിക്കുന്നു. അപ്പൊ അന്ന് തന്നെ 1 മാസത്തോളം കുറെ ക്യാൻസൽ ആയി പോയി എന്ന് പറയുന്നത്. അതായത് ടൂറിസത്തിന്റെ ഭാഗം ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് അല്ലാതെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് ആർക്കും സാധിക്കില്ല. ഇപ്പൊ ഈ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി വീര്യം കുറഞ്ഞ ഈ വൈൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതൊക്കെ കേരളത്തിൽ മലയാളികളോടെ പറ്റുമോ? ഇമ്മാരി നമ്പറൊന്നും നടക്കൂല. ഓർക്ക് നല്ല സംഭവം, ഓർക്ക് ഈ പൈസ ഒന്നും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഞാൻ പറഞ്ഞത് അല്ല, അങ്ങനെ ഒരു നമുക്ക് നടക്കൂല. അവരെ ഹാപ്പി ആക്കണമെങ്കിൽ ഓരോ ആഗ്രഹിക്കുന്ന തന്നെ കൊടുക്കണം. മദ്യം തന്നെ വിദേശികൾക്ക് മദ്യം തന്നെ കഴിച്ചാലേ ഹാപ്പി ആവുള്ളൂ എന്നുള്ളത് അവർക്ക് ചില പ്രത്യേക അതിപ്പോ എങ്ങനെയായാലും വിദേശികൾ കഴിച്ചാലും ഇതുപോലുള്ള മദ്യനിരോധനം കർശനമായിട്ടും ഒറ്റയടിക്ക് നടത്തി കഴിഞ്ഞാലേ മദ്യനിരോധനം നടത്താൻ പറ്റുള്ളൂ. ഈ ടൂറിസം ഇതിനകത്ത് നിർത്തുന്നതിലേക്ക് കടക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുകയും ഈ ഘട്ടം ഘട്ടമായി നിർത്തുകയും ആവുന്ന അവസ്ഥയെ നടക്കുള്ളൂ. നമുക്ക് ഇപ്പൊ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ചാരായം പൂർണ്ണമായി നിർത്തി. പക്ഷെ അത് സാധിച്ചത് ഈ പറഞ്ഞ മാതിരി ഒറ്റയടിക്ക് നിർത്താൻ സാധിച്ചത് മറ്റു മദ്യങ്ങൾ നിലവിലുള്ളത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. ശരിയാണോ? അതുപോലെ തന്നെ നമ്മുടെ 94 പൊതുമേഖലാ സ്ഥാപനം, അതായത് 28,974 കോടി രൂപയുടെ മൂലധനമുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം ആകെ കേരള സംസ്ഥാനത്ത് നൽകുന്ന ഒരു ഗുണവശം എന്താ വെച്ച് കഴിഞ്ഞാൽ 7,954 കോടി രൂപ എല്ലാ വർഷവും നഷ്ടമാക്കി തരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചിട്ട് അവയെ ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും ഒരുപാട് തൊഴിലാളികൾ അതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് കൂടുതൽ ലാഭകരമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്, പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കൂടുതൽ ഓഹരികൾ വിൽക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 33% അല്ലെങ്കിൽ ഒരു 30% നമ്മൾ അതിൻ്റെ ഓഹരി വിൽക്കുകയാണെങ്കിൽ 36% ഓഹരി വിൽക്കുകയാണെങ്കിൽ 10,000 കോടി രൂപ ഒരു അത്യാവശ്യത്തിന് സർക്കാരിന് വേണമെങ്കിൽ കിട്ടും. നമ്മൾ ചെലവ് ചുരുക്കുക എന്നുള്ള ഒരു സംവിധാനം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇനിയിപ്പോൾ കയ്യിൽ തീരെ പൈസ ഇല്ലാതെ വരുമ്പോൾ എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക എന്നുള്ളത്. കേരളത്തിന് ഇനി 1,024 കോടി രൂപ കൂടി ഇനി ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനുള്ളൂ കേന്ദ്രത്തിൽ, ഇനി കിട്ടാനില്ല. അങ്ങനെ വരുമ്പോൾ മാർച്ച് മാസം ട്രഷറി എങ്ങനെ പോകുമെന്നുള്ളത് പ്രശ്നമാണ്. എന്തായാലും ബീറും മറ്റേതൊക്കെ ലാവിഷായിട്ട് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, ജീവിച്ചു പോവാം. പക്ഷേ ഇവിടെ ഈ സാമ്പത്തിക ഒരു വിഷയമല്ല. കാരണം സാമ്പത്തികം നമുക്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. ഏഷ്യൻ ബാങ്ക് കടന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പ്രാപ്തനാണ് എന്നാണ് കണ്ടിട്ടാണ് ഏഷ്യൻ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ഒരു വിഷയമല്ല നമുക്ക് ഇവിടെ. അതല്ല, ഒരു തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വ്യവസ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് ഈ അടുത്തൊരു തലമുറ, ഇപ്പോൾ വളർന്നു വരുന്ന കൊച്ചു തലമുറ, അവർ വരെ ഈ ബീറായാലും വൈനായാലും അടിക്കാൻ ആഗ്രഹിക്കണം. ഈ അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്നു. അത് മാത്രമല്ല അച്ഛനും അത് അച്ഛനാണെന്നും അത് കുട്ടിയാണെന്നും മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് അപ്പോൾ ഒരു അച്ഛനോട് ഇരിക്കണമെങ്കിൽ സ്വന്തം മകൻ അവിടെ നിന്ന് ഏറ്റുപോകും കസേരം ഇരിക്കണമെങ്കിൽ. ഇന്നതല്ല, അച്ഛനും മകനും ഒപ്പം ഇരിക്കണം. അപ്പോൾ സാറിന് എന്തെങ്കിലും പുതിയ നല്ല സജഷൻ, ഏതെങ്കിലും നല്ല ഒരു പ്രായോഗികമായ വല്ല സജഷൻ ഉണ്ടോ? ഇപ്പൊ ആൾക്കാർ നേരെ ഇതൊക്കെ ബുദ്ധിമുട്ടിയൊക്കെ മേടിക്കണത്. റേഷൻ കട വഴി കൊടുക്കുകയാണെങ്കിൽ 200 രൂപ മേടിക്കുന്ന കൊടുക്കാം, 100 രൂപ വീട്ടിലോട്ട് കൊടുക്കാം. ഗ്യാസിനൊക്കെ സബ്സിഡി വീട്ടിൽ പട്ടിണിയാണെന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം നമ്മൾ ചിന്തിച്ചേ പറ്റൂ.
മാർച്ച് മാസത്തിന് ഇനി സമയമുണ്ട്. അപ്പൊ ആൾക്കാർ മാറ്റി കുടിക്കാൻ നടക്കില്ല. മദ്യത്തെ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ മദ്യത്തിന്റെ പൈസ കിട്ടിയാൽ പോലും ട്രഷറി അടയ്ക്കേണ്ടി വരും. ട്രഷറി അടച്ചാൽ പ്രശ്നമാണ്. ഇത് വോട്ടിന് ഗുണം ചെയ്യുന്നുണ്ടോ സാർ? ഈ മദ്യമൊക്കെ നിർത്തിയതുകൊണ്ട് വോട്ടിന് വല്ല ഗുണം ചെയ്യോ? വോട്ടിന് ഗുണം ചെയ്യും. വോട്ടിന് ഗുണം ചെയ്യും സാർ തോന്നുന്നുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്ലസ് ആയിരിക്കും എന്നാണ് ഞാൻ ടോട്ടലി മെച്ചമുണ്ടാകാൻ സാധ്യത. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും വോട്ടിന് ഗുണമാണ്. ചെയ്യില്ല. ഗുണം ചെയ്യില്ല എന്ന് പറയുന്നത് കൈമുക്കോ? ഗുണം ചെയ്യില്ല. 6 നിർത്തി കഴിഞ്ഞിട്ടും ഗുണം ഉണ്ടായില്ല. അനുഭവം വെച്ചാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ഒരു കാര്യത്തിൽ നമുക്കിവിടെ തീരുമാനിച്ചേ പറ്റൂ. ഒരു കാര്യത്തിൽ നമ്മളിവിടെ തീരുമാനം പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാനുണ്ട്. അനാവശ്യമായി കുറെ പൊതുമേഖലാ സ്ഥാപനം പിരിച്ചെടുക്കാനുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെയെങ്കിലും, കാരണം പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുമ്പോൾ KSRTC പോലുള്ള പല സ്ഥലങ്ങളിലും സ്പെയർ പാർട്സ് ഒക്കെ അടിച്ചു മാറ്റിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ചെയ്താൽ തന്നെ ഇത്രയും വലിയൊരു ലോഡ് കൊണ്ടു കിടക്കണ്ട. ഒറ്റയടിക്ക് ഘട്ടഘട്ടം അല്ലാതെ തന്നെ ഒറ്റയടിക്ക് നിർത്തിയാൽ ഒരു ഗുണമുണ്ട്. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമുക്ക് അവനെതിരെ ഇവനെങ്ങനെ മദ്യം കിട്ടി എന്നുള്ളൊരു ചോദ്യം വളരെ ജെന്യുവനായിട്ട് വരും. ആ ഒരു പ്ലസ് ഉണ്ട്. മറ്റുള്ളവർ കഷ്ടപ്പെടണ്ട. കാരണം നമുക്കെതിരെ ഇവരെ സപ്ലൈ ചെയ്തവർക്കെതിരെ കൊടുക്കാം. അതേസമയം വാറ്റുചാരായം കൂടും. എക്സൈസ് പണിയുണ്ട്. എല്ലാവരും ഹാപ്പി ആക്കി കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ ടൂറിസം മേഖലയെ ബാധിക്കും. ഇത് 100% എല്ലാവരും ഹാപ്പി ആക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു വരാം, നമുക്ക് അർഹതപ്പെട്ട സാധനങ്ങൾ പണം എടുത്താൽ തന്നെ വേണ്ടി വന്ന മദ്യനിരോധനം കംപ്ലീറ്റ് നടത്താം. അതിനുള്ള ചങ്കൂറ്റും ചങ്കുറപ്പും നമുക്കില്ലെങ്കിൽ ദയവ് ചെയ്ത് മദ്യം നിരോധിക്കേണ്ട. ബോധവൽക്കരണത്തിലൂടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ. പിന്നെ ഈ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ബോധവൽക്കരണം തുടങ്ങുക. അല്ലാണ്ട് വെറും സ്കൂളിൽ നിന്ന് മാത്രമേ പറ്റില്ല, അച്ഛനും അമ്മയും നിന്ന് തന്നെ ബോധവൽക്കരണം ചെയ്യാം. ഇങ്ങനെ ഈ ഒരു ഭാവിയിൽ മദ്യപാനം കുറയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്തോഷ് പണ്ഡിറ്റ് അവസാനിക്കാം. അടുത്ത ആഴ്ച ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് കാണാൻ മറക്കരുത്. തേൻമഴച്ചാറി ആമ്പൽപ്പു ചൂടെ മുല്ലമൊട്ടുകൾ പുഞ്ചിരി തോകി ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോ ഞാൻ ഭാവനയറ്റ കവിയായി മാറി. ഭാവനയറ്റ കവിയായി മാറി. ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോൾ ഞാൻ ഭാവനയറ്റ കവിയായി മാറി. ഭാവനയറ്റ കവിയായി മാറി. മഴത്തുള്ളികൾ മണ്ണിന് കുളിരായി പെയ്യും പോലെ, ദേഹമുത്തുകൾ മനസ്സിന് കുളിരായി പെയ്യും പോലെ, അലയടിക്കും കടലും പ്രളയിക്കും മനസ്സും, അകലുമ്പോൾ ഹൃദയത്തിൽ തീയായി പടരും, മനസ്സിന്റെ നൊമ്പരം തിരിച്ചറിയും. ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോൾ ഞാൻ ഭാവനയറ്റ കവിയായി മാറി. ഭാവനയറ്റ കവിയായി മാറി. പൂവിതൾ പോലെ സുന്ദരമല്ലേ ഈ പ്രണയം, ഇതൾ കൊഴിയുമ്പോൾ നൊമ്പരമല്ലേ ഈ വിരഹം, അലയടിക്കും കടലും പ്രണയിക്കും മനസ്സും, നീലാവിൻ തീരത്തെ നിറദീപം കാണാം.
സ്നേഹത്തിൻ മാലാകെ നീ വരണം. തേൻമഴ ചാറി ആമ്പൽപ്പു ചൂടി മുല്ലമൊട്ടുകൾ പുഞ്ചിരി തൂകി ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി.